MES ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകളെ, നിങ്ങൾക്ക് നല്ല നമസ്കാരം. ആദ്യമായി ഈ കോവിഡ് എന്ന മഹാമാരിയിലും പ്ലാസ്റ്റിക് പോലെ നമ്മുടെ രാജ്യത്തെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്തിനെതിരെ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായ നിങ്ങൾ ഏവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമാണ് ഇന്ന് നമ്മുടെ പരിസര മലിനീകരണത്തിൽ ഏറ്റവും അപകടം വരുത്തി വെക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു. എല്ലാത്തരം പ്ലാസ്റ്റിക്കുകളും മനുഷ്യന് വലിയൊരു അപകടങ്ങൾ വരുത്തി വെക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇതിന്റെ അപകടം മനസ്സിലാക്കി ഈ തലമുറ വരാനിരിക്കുന്ന ഒരു തലമുറക്ക് മാതൃകയാകാൻ തയ്യാറായാൽ തീർച്ചയായും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന, നമ്മുടെ പ്രദേശത്തുണ്ടാക്കുന്ന, നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഈ അപകടകരമായ അവസ്ഥയെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നും അതിലൂടെ നമ്മളും നമ്മുടെ കുടുംബവും പ്ലാസ്റ്റിക്കിനെതിരെയുള്ള സമരത്തിൽ ഏർപ്പെടണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ MES ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും നൈസി മിസ്സിനോടും ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്. Thank you, sir, for your valuable information to NCC cadets of MES HSS and cadets under 22 Kerala Battalion NCC Elur. അപ്പോൾ കൂടുതലായിട്ട് എന്തൊക്കെയാണ് നമ്മളുടെ വരുന്ന പ്ലാസ്റ്റിക്, ആ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഒരു ഓവറോൾ അനലൈസിസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സീനിയർ SD കാഡറ്റ് അൽഫാസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. Respected Naisi ma'am, അബ്ദുൾ ജമാൽ സർ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അബ്ദുൾ ജമാൽ സർ, അതുപോലെ തന്നെ എല്ലാ കാഡറ്റ്സിനും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് അനലൈസിസ്, വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു അനലൈസിസ്, ഓവറോൾ അനലൈസിസ്. വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്യാൻ നോക്കാം, വിച്ച് ഇസ് പോസിബിൾ ആയ വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്യാൻ നോക്കാം. ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ഞാൻ ഒരു സൈക്കിൾ പോലെ ഉണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ തന്നെയുണ്ട്: ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്പോസൽ, റീസൈക്ലിംഗ്. അപ്പൊ ഈ വേസ്റ്റ് മാനേജ്മെന്റ് മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ നീക്കം ചെയ്യുക. അതുവഴി നമ്മുടെ ആരോഗ്യം, our health can be protected. So it is main aim, and also to protect the environment and resources in ecosystem. Okay, അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ എയിം, ഈ വേസ്റ്റ് മാനേജ്മെന്റ്. താങ്ക് യു അൽഫാസ്. അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് വേസ്റ്റ് ഇങ്ങനെ ഡിസ്പോസ് ചെയ്യുക, അത് ഡിസ്പോസ് ചെയ്താലുള്ള അതിന്റെ നമ്മൾ തെറ്റായ രീതിയിൽ അതിനെ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി ജൂനിയർ SD കാഡറ്റ് ദേവസൂര്യയെ ഇൻവൈറ്റ് ചെയ്യുന്നു. Good morning to one person over here. Our honorable guest Jamal sir, our NCC officer Naisi ma'am, my dear senior cadets and my dear friends. Myself Devasurya. Today I am standing before you to talk about a small part on our topic, plastic waste management up here. And I'm coming to my point. It's how to dispose plastic and its after effects. About 8 million tons of plastic is yearly released into the ocean, leading to the destruction of marine habitats and aquatic organisms. To dispose the plastic waste, various peoples around the globe try to degrade or convert the plastic waste to usable form by using different methods. So, what are the benefits of recycling? Plastic recycling reduces the amount of trash that ends up in the ocean. Plastic recycling creates new jobs. Plastic recycling reduces the release of carbon dioxide and other harmful gases into the environment. Recycling saves the petroleum that producers may use to make the new plastics. Plastic recycling also helps to reduce activities like deforestation that happens when making new plastics. Encourages a sustainable lifestyle among all people. Well, going to the disposals, incineration involves burning of plastics waste, burning of plastic waste, which leads to the produce of toxic gases. It may cause cancers and other diseases in humans, and it
also is harmful to the ozone layer and causes a global warming. Recycling is another method in which plastic waste is converted into other usable forms of plastic. But in this method, the energy is being consumed. The plastic remains as it is, although it is converted. The construction of roads by mixing plastic with bitumen and generation of petrol from the plastic are possible much better to utilize the plastic wastes. But among all these methods, biodegradation method is considered as the most eco-friendly and cost-effective method for plastic degradation. താങ്ക് യു ദേവസൂര്യ. അടുത്തതായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ റെമഡിയൽ മെഷേഴ്സ്, അതിന്റെ യൂസിന്റെ റെമഡിയൽ മെഷേഴ്സും 3 Rs റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, അതേക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയെ ക്ഷണിക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റാത്തതാണെന്ന്, അതായത് റീയൂസ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റാത്തതാണെന്ന് ആരും പറയരുത്. കാരണം നമ്മൾ ഇന്നലെയും ഇന്നായിട്ടും നമ്മളെ ജൂനിയർ കാഡറ്റ്സ് അവർ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിരുന്നു പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തിട്ട്. അപ്പോൾ അവരുടെ ആ ഇന്നോവേറ്റീവ് തിങ്കിങ് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും നല്ല വർക്ക്സ് ആയിരുന്നു അവർ ചെയ്തത്. അപ്പോൾ എല്ലാ ജൂനിയർ കാഡറ്റ്സിനും കൺഗ്രാറ്റ്സ്. അപ്പോൾ നൗ ഐ വെൽക്കം ലക്ഷ്മി ഫോർ പ്രസന്റിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് 3 Rs പറ്റിയാണ്. 3 R എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ചെറുപ്പത്തിലെ തന്നെ അറിയുന്ന ഒരു ഇതാണ്. ഫസ്റ്റ് ആ 3 Rs ഫസ്റ്റ് R എന്ന് പറയുന്നത് റെഡ്യൂസ്. അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഐറ്റംസ് എന്തായാലും വേസ്റ്റ് ആയാലും ഫുഡ് ക്ലോത്ത് എന്തായാലും അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതാണ് ഫസ്റ്റ് ആറിന്റെ ഐറ്റംസ് വാങ്ങാം. പിന്നെ രണ്ടാമത്തെ R എന്ന് പറയുന്നത് റീയൂസ് ആണ്. റീയൂസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മളെ ജൂനിയർ കാഡറ്റ്സ് ഇന്നലെ ഗ്രൂപ്പിൽ വീഡിയോസ് ചെയ്തിട്ടത്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ള മെത്തേഡാണ്. കാരണം കുറെ ആൾക്കാർ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് ക്രാഫ്റ്റ് ഐറ്റംസും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പിന്നെ റീസൈക്കിളിന്റെ മെത്തേഡ്സ് ഇത്തിരി കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും അതിന് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ പേപ്പർ കൺവേർട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡ് അങ്ങനത്തെ ഒക്കെ ആക്കിയെടുക്കാം. പിന്നെ ന്യൂസ് പേപ്പർ കൺവേർട്ട് ചെയ്ത് ഷൂ ബോക്സ് അങ്ങനത്തെ ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് 3 Rs എന്ന് പറയുന്നത്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അപ്പൊ ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഞാൻ കാരണം എന്തോരം വേസ്റ്റ് ഉണ്ടാവുന്നുണ്ടോ, അത് നമ്മളുടെ ഭാവിക്ക് എന്തോരം ദോഷകരമായിട്ട് ബാധിക്കും, നമ്മളുടെ ജനറേഷന്റെ ഭാവി നമ്മളുടെ കയ്യിലാണെന്ന് കൂടി ആലോചിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. താങ്ക് യു ലക്ഷ്മി. നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് അബ്ദുൾ ജമാൽ സാർ ഒരു സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു ഇൻട്രോ നമുക്ക് തന്നു. പിന്നെ നമ്മുടെ സീനിയർ കേഡറ്റ്സ് ആയ ലക്ഷ്മിയും പിന്നെ അതേപോലെ മുഹമ്മദ് അൽഫാസും വളരെ വിശദമായി പ്രതിപാദിച്ചു. ദേവസൂര്യയും കേഡറ്റായ ജൂനിയർ കേഡറ്റായ ദേവസൂര്യയും ഇതിനെ കുറിച്ച് നമുക്ക് ഒരു റിസർച്ച്ഡ് ആയിട്ടുള്ള ഒരു സെമിനാർ പ്രസന്റ് ചെയ്തു. അപ്പൊ ഈ 3 പേരും നല്ല സ്റ്റഡീഡ് ആണ്. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഫസ്റ്റ് ഒരു അവയർനെസ് ഇപ്പൊ ഏകദേശം നമ്മുടെ കേഡറ്റ്സിനും 22 ബറ്റാലിയന്റെ കീഴിലുള്ള MAS ഹയർ സെക്കൻഡറി സ്കൂളിലെ ലുള്ള 52 കേഡറ്റ്സിനും പ്ലാസ്റ്റിക്കിന്റെ ദോഷവശങ്ങളെ കുറിച്ച് എന്താണ് ഒരു അവയർനെസ് നമുക്ക് കിട്ടി. അതിന്റെ ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സെമിനാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫുൾഫിൽഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെമിനാറിൽ ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ദോഷവശങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാം, എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു ജനറൽ അവയർനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കില്ല, നമ്മൾ വലിച്ചെറിയില്ല. പക്ഷേ എന്നാൽ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മാറ്റി അത് ഡസ്റ്റ്ബിന്നിൽ ഇടാനും അതിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവരെ റീസൈക്കിൾ ചെയ്ത്, ഇപ്പൊ നമ്മുടെ സ്കൂളിലാണെങ്കിൽ നമുക്ക് ഒരു നമ്മൾ യൂസ് ചെയ്ത പേനകളൊക്കെ വെക്കുന്ന ഒരു ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, പ്ലാസ്റ്റിക് ഇല്ലേ, കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ അവരിട്ടതാണ് അല്ലെങ്കിൽ എന്റെ അല്ല, ഞാനല്ല ഉപയോഗശേഷം വലിച്ചെറിഞ്ഞത് എന്നുള്ളതല്ല. പക്ഷെ എനിക്ക് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അതായത് എന്റെ ഒരു പരിസരത്ത് ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ഞാൻ കാണുകയാണെങ്കിൽ എനിക്ക് അത് കൊണ്ടുപോയി ആ പ്ലാസ്റ്റിക് ഡസ്റ്റ്ബിന്നില്, പ്ലാസ്റ്റിക് മാത്രം വെച്ചിരിക്കുന്ന ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതാണ് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാവുന്നത്. പിന്നെ മാത്രമല്ല, ഇതിൽ കൂടി നമ്മൾ ഇന്ന് വീണ്ടും പ്ലാസ്റ്റിക് ഡിസ്പോസൽ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കും. We discussed the main points of plastic waste management, and and it's time to wind up our session. Before that,
സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെങ്കിലും നമ്മളിപ്പോ 52 NCC കാഡറ്റ്സ് ഉണ്ട് MESന്റെ HSS യൂണിറ്റിന്റെ അണ്ടറിൽ നമ്മൾ 52 കാഡറ്റ്സ് ഉണ്ട്. നമ്മൾ ഒരാൾ വിചാരിച്ച് ഇന്നലെയും ഇന്നുമായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മളെ കൊണ്ട് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കടയിൽ പോയി വാങ്ങുന്ന സാധനം തന്നെ നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ 2 ഗുണങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്നതിന്റെ നമുക്ക് ആ ഒരു ഇനി വാങ്ങുമ്പോൾ നമ്മളവിടെ പൈസ വീണ്ടും നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ നമുക്ക് കുറച്ചുകൂടി മണി സേവ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എർത്തിന് നമ്മുടെ എർത്തിന്റെ സസ്റ്റൈനബിലിറ്റിനെ അത് ബാധിക്കില്ല. നമ്മൾ അത് എന്ത് ചെയ്യണം, നമ്മളത് കൺസേർവ് ചെയ്യുക, നമ്മളതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് വളരെയധികം ഗുണകരമായ ഒരു കാര്യമാണ് എന്ന് എല്ലാ കാഡറ്റ്സിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.